परमेश्वर के मीठे पवित्र नाम से आप सबको जय मसीह की। ഈ പ്രഭാതത്തില് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളായിരിക്കുന്ന ആളുകളോട് ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ അവസരം തന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. इस सुबह के समय भारत के अलग अलग कोनों से, दुनिया के अलग अलग कोनों से जुड़े हुए सभी लोगों के लिए मैं परमेश्वर का धन्यवाद करता हूँ। നമ്മൾ തമ്മിൽ ഇങ്ങനെ ഓൺലൈനിൽ കാണുന്നുള്ളൂങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ പോലും ശോധന ചെയ്യുന്ന ഒരു ദൈവത്തിന് മുമ്പാകെയാണ് നാം ആയിരിക്കുന്നത്. हम लोग भले ही आपस में ऑनलाइन मिलते हैं, लेकिन हम लोग प्रभु के प्रेम में हम लोग एक हैं। ഇങ്ങനെ ഒരു അവസരം ഈ പ്രായലൈനോട് ചേർന്ന് വീണ്ടും കർത്താവ് എനിക്ക് തന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. इस ऑनलाइन सभा में जुड़ने के लिए परमेश्वर ने एक और अवसर दिया, इसलिए हम परमेश्वर का धन्यवाद करते हैं। ഏകദേശം ഒരു വർഷത്തിലധികമായി ഞാൻ ഈ പ്രായലൈനിൽ വന്നിട്ട് ഇന്നലെയാണെന്ന് കയറിയായിരുന്നു. അതിന് ഒരു വർഷത്തിലധികമായിട്ടാണ് വീണ്ടും വരുത്താനിടയായി തീർന്നത്. पिछले 1 वर्ष बाद मैं इस सभा में जुड़ रहा हूँ। मैं कल जुड़ा था, आज करीब 1 वर्ष के बाद वापस जुड़ रहा हूँ। എനിക്ക് അതിന്റെ കാരണം ഇതാണ്, ഞാൻ ഇന്ത്യയിലല്ലായിരുന്നു, എൻ്റെ കുഞ്ഞുങ്ങളുടെ വീടുകളിലൊക്കെ ആയിരുന്നുകൊണ്ട് പല ടൈം സോണുകളിലാണ് അവർ പാർക്കുന്നത്. അതുകൊണ്ട് അവരോട് കൂടെ ആയിരുന്നു. इसका कारण ये था कि मैं भारत देश में नहीं था, अपने बच्चों के साथ अपने अलग अलग जगह में मैं व्यस्त था। കഴിഞ്ഞ 51 വർഷത്തോളം ദൈവം എന്നെ അണ്ടമാൻ നിക്കോബാർ ദ്വീപുകളിലെ ശുശ്രൂഷയിലെ ബലപ്പെടുത്തി ശക്തീകരിച്ചത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. पिछले कई वर्ष से परमेश्वर ने अंडमान और अलग अलग जगह में परमेश्वर की सेवा करने के लिए मुझे सहायता किया। ഞാൻ നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയത്. मैं अपने आप खड़ा नहीं हुआ, परमेश्वर ने मुझे खड़ा किया। നമ്മൾ ആരും സ്വന്തം ബലത്തിൽ ആശ്രയിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. हम में से किसी को भी अपने बल के द्वारा कुछ नहीं कर सकता, परमेश्वर के बल के बिना हम कुछ नहीं कर सकते। ഇന്ന് ഈ പ്രഭാത സമയത്തും നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നല്ല സമയം തിരുവചനം ചിന്തിപ്പാൻ ദൈവം നമ്മുടെ അവസരം എനിക്ക് തന്നതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. आज की सुबह की सभा में उठकर आप सबके साथ मिलकर वचन की मनादी करने के लिए परमेश्वर ने अवसर दिया, परमेश्वर को धन्यवाद करता हूँ। അഡ്മിനായിരിക്കും ദേവദാസനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. अनुवाद करने वाले प्रभु के दास को मैं परमेश्वर को धन्यवाद करता हूँ. അഡ്മിനായിരിക്കും ദേവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. अध्यक्ष महोदय के लिए मैं परमेश्वर का धन्यवाद करता हूँ. തോംസൺ പാസ്റ്റർക്ക് വേണ്ടി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. थॉमसन पास्टर जी के लिए मैं परमेश्वर का धन्यवाद करता हूँ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. आज की सभा में सुनने वाले सभी लोगों के लिए मैं परमेश्वर का धन्यवाद करता हूँ. എല്ലാവർക്കും കൂടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 63-64 വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം ചാപ്റ്റർ 26, 63 and 67, 63 and 64. आज के मनन के लिए मत्ती रचित सुसमाचार उसका 26वां अध्याय उसका 63वीं आयत को हम मिलकर पढ़ेंगे. ഞാൻ തന്നെ വായിക്കാം. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ആകുന്നു. നീ മനുഷ്യപുത്രൻ मत्ती रचित सुसमाचार यस. परंतु यीशु चुप रहा. तब महायाजक ने उससे कहा, मैं तुझे जीवते परमेश्वर की शपथ देता हूँ कि यदि तू परमेश्वर का पुत्र मसीह है तो हमसे कह दे. यीशु ने उससे कहा, तूने आप ही कह दिया, वरन मैं तुमसे ये भी कहता हूँ कि अब से तुम मनुष्य के पुत्र को सर्वशक्तिमान के दाहिनी ओर बैठे और आकाश के बादलों पर आते देखोगे. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലമാണ് ലോകത്തിന്റെ രക്ഷ എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം. हम सब जानते हैं यीशु मसीह के द्वारा ही हम सबको उद्धार है, ये बात हम सब जानते हैं.
യേശുക്രിസ്തു ഒരു മതം സ്ഥാപിക്കാൻ ഈ ഭൂമിയിൽ വന്നതല്ല. हम सब जानते हैं यीशु मसीह किसी धर्म की स्थापना करने के लिए इस धरती पर नहीं आया। യേശുക്രിസ്തു വന്നതിന് ശേഷം എല്ലാം കൂടെ തട്ടിക്കൂട്ടിയ ഒരു ഉപദേശമല്ല ഇപ്പോൾ നമ്മൾ വായിക്കുന്നതും വിശ്വസിക്കുന്നതും. यीशु मसीह के आने के बाद हम सभी यहाँ पे एक साथ बैठे हैं, अलग अलग उपदेश को जोड़ के हम सब यहाँ मनन करते हैं। യേശുക്രിസ്തു വരുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകന്മാർ പറഞ്ഞിരുന്നു, ഇങ്ങനെ ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഒരു രക്ഷകൻ വരുമെന്ന് പറഞ്ഞ പ്രവചന നിവൃത്തിയാണ് യേശുക്രിസ്തുവിന്റെ ജനനവും ജീവിതവും മരണവും. यीशु मसीह के जन्म से कई हजार वर्ष पहले भविष्यवक्ताओं ने भविष्यवाणी किया था, उसी भविष्यवाणी का परिणाम है यीशु मसीह का जन्म। ബാക്കിയുള്ള മതങ്ങളെല്ലാം അതിന്റെ നേതാക്കന്മാർ ഈ ഭൂമിയിൽ വന്ന സാഹചര്യങ്ങളെ നോക്കി ഇത് മോശമായി എന്തെങ്കിലും ഒന്ന് ചെയ്യണം, അവരുടെ പേരിന് വേണ്ടി അവരുടെ കഴിവനുസരിച്ച് അതൊക്കെ ചെയ്തു വെച്ചിട്ട് പോയി. बाकी अलग अलग धर्मों में हम सब देखते हैं कि कोई इंसान आता है, जन्म लेता है, परिस्थितियों को देखता है, परिस्थितियों को बदलने के लिए कुछ अपने सिद्धांतों को बनाकर खुद के काबिलियत के हिसाब से धर्म बनाता है। എന്നാൽ അവരാരും ഒരു പാപിക്ക് വേണ്ടിയും അവരുടെ ജീവനെ കൊടുത്തില്ല. लेकिन उनमें से किसी ने भी एक पापी के लिए अपने जीवन को नहीं दिया। നാം എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്ത് നഷ്ടപ്പെട്ടവരാണ്. हम सब पाप किए हुए और परमेश्वर की महिमा से रहित थे। എന്നാൽ ആ മഹിമയിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരാനാണ് യേശു വന്നത്. लेकिन वो यीशु मसीह उस महिमा में हमें वापस लाने के लिए इस धरती पे जन्म लिया। നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ हमारा यीशु मसीह क्रूस में मरने के समय ഇടത്തും വലത്തുമായി രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചിരുന്നു, ദുഷ്പ്രവൃത്തിക്കാരെ ക്രൂശിച്ചിരുന്നു. ബൈബിൾ തിരുവചനം വായിക്കുന്നു. हम सब बाइबल में पढ़ते हैं यीशु मसीह के क्रूस के दाहिने और बाहिने हाथ दो डाकू लटके हुए थे। ഒരാൾ യേശുവിനോട് പറഞ്ഞു, നീ ക്രിസ്തു അല്ലേ, നിന്നെ തന്നെ രക്ഷിക്കും, ഞങ്ങളെയും രക്ഷിക്കും. उसमें से एक डाकू ने कहा, क्या तुम मसीह नहीं हो? तुम खुद को भी बचाओ, हमें भी बचाओ। അപ്പോൾ യേശു അവനോട് ഉത്തരം ഒന്നും പറഞ്ഞില്ല. तब यीशु मसीह उससे कुछ भी उत्तर नहीं दिया। അവന് മനസ്സിലായി ഇത് യേശുവാണ്, രക്ഷിക്കുന്നവനാണ്, ഞങ്ങളെ രക്ഷിക്കുന്നവനാണ്, വഴിയെന്നൊക്കെ കാര്യമൊക്കെ അവന് അറിയാം. അവൻ വായ കൊണ്ട് പറഞ്ഞു, പക്ഷെ യേശുവിനെ അവൻ സ്വീകരിച്ചില്ല. उसको पता था यीशु मसीह है, सामर्थी परमेश्वर है, खुद को बचा सकता है, मुझे भी बचा सकता है, लेकिन खुद विश्वास नहीं किया। അടുത്ത് മറുവശത്ത് കിടന്ന വ്യക്തി എന്താ ചെയ്തത്? लेकिन उसके दाहिने दूसरे तरफ जो एक व्यक्ति खड़ा था, उसने क्या किया? അവൻ പറഞ്ഞു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ച ഒരു എന്നെ കൂടെ ഓർത്താ. तब उसने कहा कि प्रभु, जब तू अपने राज्य में आए तब मेरी स्मरण करना। രണ്ടുപേരും തുല്യ ദൂരത്തിലാണ് കിടന്നത്. हम सब जानते हैं वे दोनों आपस में एक दूरी में खड़े हुए थे। लेकिन ഒരു വ്യക്തിയോട് യേശു ഉത്തരം പറഞ്ഞത്, ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിൽ. उसमें से सिर्फ एक को ही यीशु मसीह कहता है, तू आज मेरे साथ स्वर्ग में होगा। ഒരുത്തൻ സ്വർഗത്തിലേക്ക് പോയി, ഒരുത്തൻ പാതാളത്തിലേക്ക്. हम सब जानते हैं उसमें से एक स्वर्ग में जाता है, दूसरा नरक में जाता है। എന്താ കാരണം? എന്താ उसके पीछे कारण क्या है? അവര് രണ്ടുപേരും ദുഷ്പ്രവർത്തിക്കാരായിരുന്നു. वे दोनों डाकू थे। അവർ രണ്ടുപേരും രാജ്യത്തിലെ ഏറ്റവും പരവുമായ ശിക്ഷയാ ക്രൂശ് മരണം വഹിക്കാൻ വിധിക്കപ്പെട്ടവർ. എന്നാൽ ഒരുത്തൻ നിത്യത സ്വർഗത്തിലും ഒരുത്തൻ നിത്യത നരകത്തിലും കഴിക്കാനിടയായി. वे दोनों डाकू थे, दोनों को मृत्यु की सजा सुनाई गई थी, दोनों एक ही दूरी पे एक जैसे लटके हुए थे, लेकिन फिर भी एक को स्वर्ग मिला, एक को नरक मिला। യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ. यीशु मसीह ने कहा, आज तुम मेरे साथ स्वर्ग में रहोगे। അത് അങ്ങനെ പറയാൻ കാരണമുണ്ട്. ये कहने के पीछे कारण क्या है? അവിടെ നിന്ന് 3 മരണം നടക്കാൻ പോകുക. वहां पे 3 मृत्यु होने वाली है। ഒരാൾ പാപത്തിൽ മരിക്കുക, एक आदमी पाप के कारण मर रहा है, ഒരാൾ പാപത്തെ വിട്ടു മരിക്കുക, एक पाप को छोड़ के मर रहा है, ഒരാൾ പാപികൾക്കായിട്ട് മരിക്കുക, और एक पापियों के लिए मर रहा है। ഇന്നും ലോകത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. आज भी संसार में यही होता है। യേശുക്രിസ്തു മനുഷ്യന്റെ ഹൃദയത്തെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. यीशु मसीह आज सभी अलग अलग लोग के हृदय में आके छू रहा है।
യേശു പറഞ്ഞു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. यीशु ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് यीशु मसीह വാതിൽ कहते हैं, തുറന്നാൽ हाँ यीशु मसीह कहते हैं, कोई भी, मैं दरवाजे में आके खटखटाता हूँ, जो मेरे लिए द्वार खोलेगा ഞാൻ അവരുടെ കൂടെ വസിക്കാൻ വരാമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയതായിട്ട് നാം വായിക്കുന്നു. बाइबल में लिखा है, मैं उसके साथ आकर भोजन करूंगा, उसके साथ बैठूंगा, ऐसा यहाँ पे लिखा हुआ है। അതുകൊണ്ട് യേശു പറഞ്ഞു, ഭൂലോകത്തിലൊക്കെ ഈ പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കുക. यीशु मसीह कहते हैं, संसार के अलग अलग कोनों में जाकर सुसमाचार का प्रचार करो। അത് കേൾക്കുമ്പോൾ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ യേശു വരും. जो उसको सुनकर विश्वास करते हैं, उनके हृदय में यीशु मसीह आएगा। അവർക്ക് പാൽപ്പൊടി കൊടുത്തോ ഗോതമ്പ് കൊടുത്തോ ക്രിസ്ത്യാനിയാക്കാനൊന്നും യേശു പറഞ്ഞില്ല. यीशु मसीह ने उन लोगों को गेहूं देकर, अलग अलग चीजों को देकर विश्वास में लाने की बातें नहीं किया। പ്രസംഗിക്കുക, വിശ്വസിക്കുക, സ്വീകരിക്കുക, ദൈവമക്കളായി തീരുക. प्रचार सुनो, विश्वास करो और यीशु मसीह के पुत्र पुत्री बन जाओ। നാം യേശുവിനെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ സ്വർഗത്തിൽ എഴുതും. हम जब विश्वास करते हैं तो हमारा नाम उस जीवन की पुस्तक में लिखा जाता है। ആ ജീവന്റെ പുസ്തകത്തിൽ പേരില്ല എങ്കിൽ നരകത്തിലേക്ക്, തീപ്പൊയ്കയിലേക്ക് തള്ളുവന്ന് വെളിപ്പാട് 20:15 പറയുന്നു. बाइबल में लिखा है, अगर उस जीवन की पुस्तक में नाम नहीं है तो नरक में ढकेल दिए जाओगे। അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളായി തീരുക. यही कारण है, विश्वास करने के द्वारा हम परमेश्वर के पुत्र कहलाते हैं। ഇവിടെ യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് അല്ലെങ്കിൽ കഷ്ടാനുഭവങ്ങളുടെ സമയത്ത് ശിക്ഷാവിധിക്ക് വേണ്ടി അല്ലെങ്കിൽ തന്നെ വിചാരണ ചെയ്യാൻ വേണ്ടി മഹാപുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്നതായിട്ട് നമ്മുടെ വായിക്കുന്നുണ്ട്. यहाँ देखते हैं यीशु मसीह को पकड़ने के बाद वो महायाजक के पास वे लेके आए हैं। മഹാപുരോഹിതൻ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. यहाँ पे हम देखते हैं महायाजक यीशु मसीह से एक सवाल पूछता है, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? कि तुम परमेश्वर के पुत्र मसीह हो कि नहीं। മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം മുഴുവൻ പഠിച്ചയാളാണ്. यहाँ पे जो महायाजक जिसकी हम बात करते हैं, ये पूरे व्यवस्था को पढ़ा हुआ एक शख्स है। ന്യായപ്രമാണത്തിലൊക്കെയും ഈ യേശുവിനെ കുറിച്ച് പ്രവാചകന്മാരും മോശയൊക്കെ എഴുതിയിട്ടുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ല. व्यवस्था में कई बार भविष्यवक्ताओं ने यीशु मसीह के आने का जिक्र किया है, लेकिन महायाजक इस बात को नहीं समझा। ഉൽപ്പത്തിയുടെ പുസ്തകത്തിലാണെങ്കിൽ സ്ത്രീയുടെ സന്തതി എന്ന് പറഞ്ഞിട്ടുണ്ട്. उत्पत्ति की किताब हम देखते हैं, स्त्री का पुत्र के बारे में जिक्र है। പുറപ്പാട് പുസ്തകത്തിലാണെങ്കിൽ വായിക്കുന്നു, ഒരു നിർമ്മല ആട്ടിൻകുട്ടിയെ കുറിച്ച് വായിക്കുന്നു, 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത കുഞ്ഞാടിനെ കുറിച്ച് വായിക്കുന്നു. निर्गमन की किताब में हम देखते हैं, एक भेड़ के बच्चे के बारे में वहां पे लिखा हुआ है। ഇതെല്ലാം യേശുക്രിസ്തുവിനെ കാണിക്കുന്നത് ന്യായപ്രമാണം പഠിച്ച മഹാപുരോഹിതന് മനസ്സിലായി. लेकिन ये सब चीजें यीशु मसीह के बारे में लिखी गई हैं, ऐसा महायाजक को नहीं समझ में आया। പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ യെശയ്യാവ് പറയുന്നു, നമുക്കൊരു ബാലകൻ ജനിച്ചിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരൻ, ദൈവം, നിത്യപിതാവെന്നൊരു വചനം നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. हम पढ़ते हैं, हमारे लिए एक पुत्र दिया गया, वो परमेश्वर का पुत्र है, ऐसा बाइबल में लिखा हुआ है यशायाह किताब में। യെശയ്യാ പുസ്തകത്തിൽ തന്നെ വായിക്കുന്നത് ഒരു കന്യക ഗർഭിണി ഒരു മകനെ പ്രസവിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. यशायाह किताब में लिखा है, एक कुंवारी गर्भवती हुई और एक पुत्र को जन्म दिया, ऐसा यशायाह में लिखा हुआ है। യെശയ്യാ പ്രവചനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, യേശുവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച് 83-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. यशायाह की किताब में ही यीशु मसीह के क्रूशीकरण के बारे में भी लिखा हुआ है। അപ്പൊ ഇതെല്ലാം വായിച്ചു പഠിച്ച മഹാപുരോഹിതന് യേശുവിനെ മനസ്സിലായില്ല. लेकिन ये सब पढ़ने के बावजूद महायाजक यीशु मसीह को समझ नहीं पाया, पहचान नहीं पाया। അപ്പോൾ യേശുവിനോട് അദ്ദേഹം ചോദിക്കുകയാണ്, നീ ജീവനുള്ള പുത്രൻ, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയാണ്? ये महायाजक यीशु मसीह से पूछता है, क्या तुम परमेश्वर के पुत्र, जो जीवित परमेश्वर के पुत्र हो? എന്നാൽ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ ഈ ചോദ്യം ചോദിച്ചു. एक और बार हम सब देखते हैं, एक बार यीशु मसीह अपने चेलों से एक सवाल पूछता है। അത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ ഇങ്ങോട്ട് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. मत्ती रचित सुसमाचार उसके 14वें अध्याय में हम इस चीज को पढ़ते हैं।
അതിന്റെ ഉത്തരമായിട്ട് പത്രോസ് അതിന് ഉത്തരം പറഞ്ഞതായിട്ട് 16-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. उसका हम 16 हम देखते हैं। मत्ती रचित सुसमाचार 16 में पतरस उसका जवाब देता है। അതിന്റെ 15-ാം വാക്യത്തിൽ യേശു ചോദിക്കുക, നിങ്ങൾ എന്നെ കുറിച്ച് നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്നവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു. यहाँ पे 15वें आयत में ऐसा लिखा हुआ है, उसने उनसे कहा, परंतु तुम मुझे क्या कहते हो? शमौन पतरस ने उत्तर दिया, तू जीविते परमेश्वर का पुत्र मसीह है। നോക്കണം, ഒരു മഹാപുരോഹിതൻ വളരെ വളരെ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. हम सब देख सकते हैं, समझ सकते हैं, महायाजक जो है बड़े ही विद्वान लोग हैं। അദ്ദേഹത്തിന് മനസ്സിലാകാഞ്ഞ ഒരു രഹസ്യമാണ് പത്രോസിന് വെളിപ്പെട്ട് കിട്ടിയത്. वो महायाजक जो बात नहीं समझ पाया, वो बात पतरस समझ चुका है। പത്രോസിന് എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു മുഖവനായിരുന്നു നമുക്ക് അറിയാൻ കഴിയും. पतरस के पास इतना बड़ा एक ज्ञान है, विद्वान है, ऐसा हमें नहीं पता। वो एक मछुआरा था, ऐसा यहाँ लिखा हुआ है। लेकिन യേശുവിന്റെ ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. लेकिन जो यीशु मसीह ने सवाल उससे पूछा था, वो सवाल पतरस ने बड़े ही अच्छे से उसका जवाब दिया। നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അത്രേ. तुम जीवित परमेश्वर का पुत्र मसीह यीशु है। യേശു അവനോട് ഉത്തരം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? മറുപടി പറഞ്ഞത്, क्या आप जानते हैं यीशु मसीह ने उससे उत्तर क्या दिया? ബെറിയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥ. यीशु ने उसको उत्तर दिया, हे शमौन योना के पुत्र, तू धन्य है, क्योंकि मांस और लहू ने नहीं, परंतु मेरे पिता ने जो स्वर्ग में है ये बात तुझ पर प्रकट की है। നീ ഭാഗ്യവാനാണ്, ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. നോക്കണം, യേശു ക്രിസ്തു ദൈവപുത്രനാണ്, ലോകരക്ഷിതാവാണ്, എന്റെ രക്ഷകനാണ്. ആ യേശുവിൽ കൂടെ രക്ഷയുള്ളതും മനസ്സിലാക്കുന്നത് മാനുഷിക ബുദ്ധി കൊണ്ടൊക്കത്തില്ല. സ്വർഗസ്ഥനായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണം. यहाँ पे लिखा है, यीशु मसीह मेरा परमेश्वर है, यीशु मसीह जीवित परमेश्वर का पुत्र है। ये बात को एक मांस और लहू की बातें नहीं समझती, बल्कि ये परमेश्वर का जो बातें हैं, जो परमेश्वर ने प्रकट की है। എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയുന്നു, നമുക്കിത് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ ദൈവം. मैं जो मेरी बातों को सुन रहे हैं उनसे मैं कहना चाहता हूँ, ये जो बातें यीशु मसीह परमेश्वर है, ये हमें पता चली है, ये परमेश्वर ने हम पे प्रकट की है। എന്തുകൊണ്ടാണ് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് 4 മണി മുതൽ 8 മണി വരെ ഇങ്ങനെ വന്ന് ഈ പ്രാർത്ഥനാലയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം എന്താ? हम लोग सुबह भोर को 4 बजे उठकर 4 बजे से लेके 8 बजे तक इस सभा में बैठने के पीछे कारण क्या है? ഇതിന് ആരും നിങ്ങൾക്ക് ശമ്പളമൊന്നും തരുന്നില്ലല്ലോ. इसमें से कोई भी आपको कोई पगार नहीं देता है। പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ആയിരിക്കുന്നു? क्यों आप यहाँ जुड़ते हैं? क्यों हम यहाँ बैठते हैं? ക്രിസ്തുവിനോടുള്ള സ്നേഹം നിമിത്തം. वो परमेश्वर के प्रति प्रेम ही एक कारण है। നമ്മളെ രക്ഷിച്ച യേശുവിനോടുള്ള സ്നേഹം നിമിത്തം. जो परमेश्वर ने हमें उद्धार दिया, उस परमेश्वर के प्रेम ही के कारण। ആ യേശുവിന്റെ സന്നിധിയിൽ ഇരിക്കാൻ ലഭിക്കുന്ന അവസരമാണിത്. यीशु मसीह के उपस्थिति में बैठने का एक अवसर है ये। ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. यीशु मसीह ये चाहता है, प्रभु ये चाहता है कि संसार का हर एक व्यक्ति उसे अंगीकार करे। അതുകൊണ്ടാണ് പറഞ്ഞ സകല ജാതികളോടും സുവിശേഷം പറയണം. इसलिए हमें हर जाति में, सभी जाति में इस सुसमाचार का प्रचार करना है। അത് വിശ്വസിക്കുന്നവര് രക്ഷിക്കപ്പെടും. ये विश्वास करने वाले ही उद्धार पाएंगे। പത്രോസിന് ഈ കാര്യം മനസ്സിലായത് സ്വർഗസ്ഥനായ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ട്. ये बात पतरस समझा, इसके पीछे कारण ये है, वो परमेश्वर ने उस पर प्रकट किया। നമുക്കും ഈ കാര്യം ദൈവം വെളിപ്പെടുത്തി തന്നതിനായി നാം സ്തോത്രം ചെയ്യണം. वो परमेश्वर ने हम पे ऊपर ये प्रकट किया, इसलिए परमेश्वर का धन्यवाद करें। നമ്മളിപ്പോഴും രാവിലെ നല്ല പാട്ടുകൾ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. हम सब आज की सुबह यहाँ पे बैठकर आराधना में गीतों को सुन रहे ആ थे। സഹോദരനും സഹോദരിയും നന്നായി ദൈവത്തിന് വേണ്ടി ദൈവം അവർക്ക് കൊടുത്ത ഗിഫ്റ്റാണ്. അതുകൊണ്ട് അവരുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. वो
वो परमेश्वर की आराधना के लिए आज की आराधना में जो भाई बहन गाना गीतों गा रहे थे, वो परमेश्वर ने उनको ये वरदान दिया है, वो परमेश्वर की स्तुति कर रहे थे। അവരെന്തിനാ അത് പാടിയത്? ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. वो क्यों गा रहे थे? इसके पीछे कारण ये है, वे परमेश्वर से प्रेम करते हैं। ദൈവം ദൈവത്തെ നാം സ്നേഹിച്ചതല്ല, അതിനു മുമ്പ് ദൈവം നമ്മളെ സ്നേഹിച്ചതാ. वो परमेश्वर ने हमसे प्रेम किया, यही कारण है हमने परमेश्वर से प्रेम किया। ഇത് യോഹന്നാന്റെ സുവിശേഷം 6-44 വാക്യത്തിൽ വായിക്കുന്നത്, यूहन्ना उसका 6 अध्याय उसके 44वें आयत में इस प्रकार लिखा हुआ है, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. वो परमेश्वर को बिना अनुमति से कोई भी मेरे पास नहीं आ सकता। നോക്കണം, അപ്പൊ സർവശക്തനായ ദൈവം നമ്മളെ ആകർഷിച്ചു എന്ന് വായിക്കുന്നത് അത്ര സന്തോഷകരമായ കാര്യമാണ്. ये कितने अच्छी सुंदर बात है कि वो परमेश्वर हमारे पास हमको बुलाना चाहता है। ये बहुत ही आनंद की बात है। ദൈവം നമ്മളെ ആകർഷിച്ചു എന്നാ വായിക്കുന്നത്. वो परमेश्वर हमें चाहता है, हमें परमेश्वर बुलाना चाहता है, यहाँ ऐसा लिखा हुआ है। ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നാം വന്നത് യേശുവിനെ നമുക്ക് മനസ്സിലായി. वो परमेश्वर के पास हम आए और हम परमेश्वर को जाने, അതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാണ്. यही कारण है हम प्रिय धन्य लोग हैं। സ്വർഗീയ പിതാവ് നമുക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുക. ये बात परमेश्वर ने हमारे ऊपर प्रकट की है। അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, यही प्रेरित पौलुस कहता है, ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ലോകത്തിന്റെ അഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല. जो संसार के हिसाब से जो ज्ञानी है, നമ്മൾ വലിയ ജ്ഞാനികളൊന്നുമല്ല, हम लोग कोई बहुत बड़े ज्ञानी नहीं है, लेकिन യേശു ക്രിസ്തുവിനെ ദൈവപുത്രനെന്ന് മനസ്സിലാക്കാനുള്ള ഭാഗ്യം കിട്ടി. लेकिन हमें फिर भी यीशु मसीह को ग्रहण करने का एक सौभाग्य मिला। സാധാരണക്കാരായിട്ടുള്ള അനേകായിരങ്ങൾക്ക് ഈ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. साधारण जैसे हम जैसे हजारों को, कई लोगों को ये सौभाग्य मिला, എന്നാൽ മഹാപുരോഹിതന് ഇത് കിട്ടിയില്ല. लेकिन यहाँ देख सकते हैं महायाजक को ये सौभाग्य नहीं मिला। ഇത്രയും 3.5 വർഷക്കാലം യേശു ആ ദേശത്ത് അധ്വാനിച്ചു, പ്രവർത്തിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു, പ്രസംഗിച്ചു, എല്ലാം ചെയ്തിട്ട് മഹാപുരോഹിതന് ഇത് മനസ്സിലായില്ല. यीशु मसीह वहां पे अलग अलग चमत्कारों को किया, अलग अलग वहां पे उपदेशों को दिया, लेकिन इसके बावजूद महायाजक इस बात को नहीं समझ पाया। എന്നാൽ യേശു അതിനൊരു മൂന്ന് ഉത്തരം പറഞ്ഞു. वहां पे हम देख सकते हैं यीशु मसीह 3 अलग अलग उत्तर को दिया। മഹാപുരോഹിതൻ ഒരു ചോദ്യമാണ് ചോദിച്ചത്, महायाजक ने सिर्फ एक ही सवाल पूछा था, എന്നാൽ യേശു ക്രിസ്തു 3 ഉത്തരം പറഞ്ഞു. लेकिन हम यहाँ देख सकते हैं यीशु मसीह 3 उत्तरों को देता है। അത് എന്താ ഉത്തരം? 3 ഉത്തരം എന്താണെന്നറിയോ? ഒന്ന് പറഞ്ഞു, ഞാനാകുന്നു. यहाँ पे देख सकते हैं वो 3 उत्तर में से एक उत्तर ये है, मैं तुमसे कहता हूँ कि मैं ही हूँ। എന്താ ഇതിന്റെ അർത്ഥം? എന്താ इसके पीछे अर्थ क्या है? ഞാൻ ദൈവത്തിന്റെ പുത്രനാകുന്നു എന്നർത്ഥം. इसका एक ही अर्थ है कि मैं परमेश्वर का पुत्र हूँ। അത് മാത്രമല്ല, യേശു ക്രിസ്തു പലയിടങ്ങളിൽ പറയുന്നുണ്ട്, ഞാനാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. इसके अलावा हम कई बार देखते हैं यीशु मसीह अलग अलग बार कहता है कि मैं ही हूँ, ऐसा कई बार लिखा हुआ है। പുതിയ നിയമത്തിൽ ഏകദേശം 15 ഇടത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാനാകുന്നു. अगर हम ध्यान से देखें तो जो किताबों में हम देखते हैं, बाइबल में 15 बार ऐसा लिखा है, मैं ही हूँ। यीशु मसीह कहता है मैं ही हूँ। അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? इसके पीछे ऐसा कहने का कारण क्या है? ബൈബിൾ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, बाइबल में हम पढ़ते हैं ऐसा, ഉളവായതെല്ലാം അവനെ കൂടാതെ ഉളവായിട്ടില്ല, ഉളവായതെല്ലാം അവനെ കൂടെ ഉളവായത്. सब कुछ उसी के द्वारा, उसी से बना है। ഈ ലോകത്തെ സൃഷ്ടിച്ചത് യേശു ക്രിസ്തുവാണ്. इस संसार को बनाया भी प्रभु है। ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ലെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. यूहन्ना सुसमाचार में लिखा है, सब कुछ उसी के द्वारा, उसी से है। അതുകൊണ്ട് ഈ ലോകത്തിന്റെ സൃഷ്ടിതാവ് യേശുവാണ്. तो इसके पीछे अगर हम देखें तो ये पूरे संसार का सृष्टिकर्ता यीशु मसीह है। മനുഷ്യനെ സൃഷ്ടിച്ചതിലും യേശുവിന്റെ പങ്കുണ്ട്. मनुष्य को भी प्रभु ने बनाया। ഞാനാകുന്നു
ഇപ്പൊ നമ്മുടെ ऐसा വീട്ടിൽ നിന്ന് ഒരാള് हाँ, വെളിയിൽ പോയിട്ട് പാതിരാത്രിക്ക് വന്ന് വീട്ടിൽ വന്ന് കഥയെ മുട്ടുകാണെന്ന് വെച്ചു. अगर हम लोग ऐसा अनुमान लगाए हमारे परिवार में से एक जन बाहर जाकर आधी रात को वापस आके दरवाजा खटखटाए, ഞങ്ങളുടെ വീട്ടിലെ പിതാവ് തന്നെ അവരുടെ കുടുംബനാഥൻ തന്നെ വെളിയിൽ പോയിട്ട് രാത്രി പാതിരാത്രിക്ക് വന്ന് കഥയെ തട്ടുകയാണ്. अगर हम ऐसा अनुमान लगाए कि हमारे घर का मुखिया ही दिन में अगर चला गया और रात के आधी रात को आकर दरवाजा खटखटाए, तो കോളിംഗ് ബെൽ അടിക്കുമ്പോൾ അകത്തുനിന്ന് ചോദിക്കും ആരാന്ന് ചോദിക്കും. हम लोग दरवाजे से पूछते हैं कुछ लोग कि कौन है, दरवाजे पे कौन खड़ा है. ഞാനാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ID കാർഡ് കാണിക്ക്, നിങ്ങളുടെ പാസ്പോർട്ട് കാണിക്കുന്നൊന്നും നമ്മൾ പറയത്തില്ല. अगर वहां सामने से आवाज आती ही है कि मैं हूँ, मैं आया हूँ, और ये सुनने के बाद हम उनसे आईडी प्रूफ नहीं मांगते हैं, कौन हो आप, ऐसा हम नहीं मांगते. കാരണം ആ വീട്ടിലുള്ള അധികാരമുള്ള വ്യക്തിയെ വെളിയിൽ നിൽക്കുന്നത്. क्योंकि इसके पीछे कारण ये है कि इस घर का अधिकार रखने वाला व्यक्ति दरवाजे के उस पार खड़ा है. അതുകൊണ്ടാണ് യേശു പറഞ്ഞു ഞാനാകുന്നു. यही 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 एग्जैक्ट कारण है कि यीशु मसीह कहता है मैं ही हूँ. യേശു പറയുന്നു വഴിയും സത്യവും ഞാനാകുന്നു. यीशु मसीह कहता है मार्ग सत्य मैं हूँ. വാതിൽ ഞാനാകുന്നു. मैं दरवाजा हूँ. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. मैं जीवन की रोटी हूँ. ഞാൻ ആടുകളുടെ വാതിലാകുന്നു. मैं वो परमेश्वर का पुत्र हूँ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. मैं जगत की ज्योति हूँ. ഞാൻ സാക്ഷ്യം പറയുന്നവനാകുന്നു. मैं गवाह बनने वाला हूँ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. मैं जगत की ज्योति हूँ. ഞാൻ മുന്തിരിവള്ളിയാകുന്നു. मैं वो दाखलता हूँ. ഞാൻ നല്ല ഇടയനാകുന്നു. मैं अच्छा चरवाहा हूँ. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. मैं पुनरुत्थान और जीवन मैं ही हूँ. അങ്ങനെ യേശു ക്രിസ്തു പറഞ്ഞ 15 കാര്യം ഞാനാകുന്നു എന്ന് നമുക്ക് തിരുവചനത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. इसी तरह यीशु मसीह 15 बार अलग अलग जगह में हम किताबों में पढ़ते हैं मैं ही हूँ, ऐसा 15 बार लिखा है. ഉത്തരത്തിൽ ഏറ്റവും മുഖ്യമായത് ഞാനാകുന്നു. ലോകത്തെ സൃഷ്ടിച്ചതും മനുഷ്യനെ സൃഷ്ടിച്ചതും മനുഷ്യനെ രക്ഷിക്കാൻ വന്നതും ദൈവം എന്നെ നിയോഗിച്ചയച്ചതും ഞാൻ ഏക വ്യക്തിയാണ്, ഞാൻ ഏക രക്ഷകനാകുന്നു എന്ന് വെച്ച് പറയുക. यीशु मसीह यहाँ पे महायाजक से कहता है मैं ही हूँ सब कुछ, मैंने सृष्टि को रचाया है, मैंने ही मनुष्य को बनाया है, मनुष्य को उद्धार देने के लिए, मनुष्य को पाप से छुड़ाने के लिए सिर्फ मैं ही हूँ. അതിനുശേഷം മഹാപുരോഹിതനോട് യേശു പറഞ്ഞ രണ്ടാമത്തെ ഉത്തരം, फिर हम आते हैं यीशु मसीह ने महायाजक से एक दूसरा उत्तर दिया. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്ത് ഭാഗത്തിരിക്കുമെന്നാ പറയുന്നത്. यहाँ पे लिखा है मनुष्य के पुत्र को सर्वशक्तिमान के दाहिनी ओर बैठे. അത് യേശുക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം. ये बात जो यीशु मसीह ने यहाँ पे लिखी है, ये परमेश्वर यीशु मसीह ने इसलिए कही क्योंकि ये मृत्यु के बाद, जी उठने के बाद की कहानी यीशु मसीह भी महायाजक से कहता है. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. तीसरे दिन यीशु मसीह जी उठा. യേശുക്രിസ്തു 40-ാം നാൾ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. 40वें दिन यीशु मसीह स्वर्गारोहण हुआ. അതിനെക്കുറിച്ച് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നത്, इस बात को मार्कोस उसका 16वां अध्याय उसके आयतों में इस प्रकार लिखा हुआ है. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നു എന്ന് വായിക്കുന്നു. यहाँ पे हम देखते हैं इसी तरह परमेश्वर इसके बातों करने के बाद स्वर्ग पर उठा लिया गया और परमेश्वर के दाहिनी ओर बैठ गया. അതുപോലെ തന്നെ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തില്, इसी तरह हम देखें अगर प्रेरितों के काम उसका 7वां अध्याय 66-ാമത്തെ വാക്യത്തില്, उसका 66 उसका 66वीं अध्याय को अगर हम देखें तो അവിടെ വായിക്കുന്നു, ഇങ്ങനെയാ വായിക്കുന്നത്, 66 അല്ല 56, സോറി 56. സ്വർഗം തുറന്നിരിക്കുന്നതും
മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. प्रेरितों के काम उसका 7वां अध्याय उसके 56वीं आयत में इस प्रकार कहता है, कहा देखो मैं स्वर्ग को खुला हुआ और मनुष्य के पुत्र को परमेश्वर के दाहिनी ओर खड़ा देखता हूँ। അതുപോലെ എബ്രായ ലേഖനം 10-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു, इसी तरह इब्रानी उसका 10वां अध्याय उसके 12वें आयत में इस प्रकार लिखा है, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട്. यहाँ पे 12वें आयत में इस प्रकार लिखा है, वह व्यक्ति तो पापों के बदले एक ही बलिदान सर्वदा के लिए चढ़ाकर परमेश्वर के दाहिने जा बैठा। കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, कोलोसी उसका 3रा अध्याय उसके पहले आयत में इस प्रकार लिखा है, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായി ഉയർത്തിലുള്ളത് അന്വേഷിപ്പീൻ. यहाँ पे इस प्रकार कुलूसी उसके 3रे अध्याय में इस प्रकार लिखा हुआ है कि वो യേശു പറഞ്ഞ 3 ഉത്തരങ്ങളില് ഒന്ന് ഞാനാകുന്നു. यीशु मसीह उसमें से एक उत्तर देता है, मैं ही हूँ। രണ്ടാമത്തേത് മനുഷ്യപുത്രന്റെ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കും. ऐसा दूसरा अध्याय में दूसरा उत्तर देता है कि मैं दाहिनी ओर जा बैठा हूँ। അത് സ്തെഫാനോസ് കണ്ടു, ऐसा स्टेफनुस ने देखा, പൗലോസ് കണ്ടു, ऐसा पौलुस ने देखा, യോഹന്നാൻ അപ്പസ്തോലൻ കണ്ടു, यूहन्ना प्रेरित ने देखा। ഇങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ പല ഭാഗങ്ങളിൽ യേശുക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതിനായിട്ട് കാണുന്നുണ്ട്. ऐसा हम लोग अलग अलग जगह में यीशु मसीह के बारे में ऐसा लिखा हुआ है कि दाहिनी ओर जा बैठा। അപ്പൊ ഒരു ചോദ്യത്തിന് 3 ഉത്തരവാ പറഞ്ഞിരുന്നത്. तो यीशु मसीह ने एक ही सवाल को 3 उत्तर दिए, അതിലെ 2 എണ്ണം നിവൃത്തിയായി കഴിഞ്ഞു. इसमें से परमेश्वर ने 2 उत्तर दे दिया। അതില് ഇനി നിവൃത്തിയാകാനുള്ള ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. अभी एक उत्तर होने वाला है। അതെന്താണെന്നറിയാം. അതായത് ഇവിടെ വായിക്കുന്നത്, ആകാശമേഘങ്ങളെ മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. ऐसा तीसरा उत्तर यीशु मसीह कहता है, मनुष्य के पुत्र को आकाश के बादलों पर आते देखोगे। അത് ഇതുവരെ നിവൃത്തി ആയിട്ടില്ല. ये जो उत्तर यीशु मसीह ने दिया है, जो पहले 2 उत्तर परिपूर्ण हो गए, ये तीसरा उत्तर अभी तक हुआ नहीं है। അത് പ്രവചനമായി ഇന്ന് ശേഷിക്കുകയാണ്. ये एक भविष्यवाणी के तौर पे आज भी है। അതാണ് നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയും. यही एक लौती आशा और प्रत्याशा हमारे लिए है। യേശു പറഞ്ഞു, ഇതാ ഞാൻ മേഘാരൂഢനായി വരാൻ പോവുകയാണ്. ऐसा यीशु मसीह कहता है, देखो मैं आकाश के बादलों में आने वाला हूँ। ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് യേശു പറയുക. देखो मैं शीघ्र आता हूँ, ऐसा यीशु मसीह कहता है। ഗലീല പുരുഷന്മാരോട് യേശു ദൂതൻ പറയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ മടങ്ങി വരും. ऐसा गलील के लोगों से स्वर्गदूत कहते हैं, तुम सब आकाश की तरफ क्यों देखते हो? जो यीशु मसीह यहाँ से आकाश की जिस तरह गया है उसी तरह वापस एक दिन आएगा, शीघ्र आएगा। ഇതുവരെ യേശു വന്നിട്ടില്ല. अभी तक यीशु मसीह आए नहीं है। ഇനി രണ്ടാമത്തെ വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുക. हम यीशु मसीह के दोबारा आगमन के लिए हम तैयार हो रहे हैं। അത് ദാനിയേലിന്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ചൊരു പ്രവചനം എഴുതിയിട്ടുണ്ട്. दानियल की किताब में इसके बारे में एक भविष्यवाणी लिखी गई है। ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം, दानियल उसका 7वां अध्याय, അതിന്റെ 13-ാമത്തെ വാക്യം, 7:13, उसका 13वें आयत में अगर हम पढ़ेंगे तो, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് കണ്ടു. അവൻ പുരാതനായവന്റെ അടുക്കൽ ചെന്ന് അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി എന്ന് വായിക്കുന്നു. इसका 13वें अध्याय में लिखा है, मैंने रात में स्वप्न देखा और देखो मनुष्य के संतान सा कोई आकाश के बादलों समेत आ रहा था और वह उस अति प्राचीन के पास पहुंचा और वे उसके समीप लाए। ऐसा लिखा है। യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. यहाँ पे हम देख सकते हैं यीशु मसीह के दोबारा आगमन के बारे में एक भविष्यवाणी यहाँ दानियल की किताब में लिखी हुई है।
ഈ പ്രവചനം ഇതുവരെ നിറവേറിയിട്ടില്ല. ये जो भविष्यवाणी दानियल की किताब में की गई है, ये अभी तक पूरी नहीं हुई है। അതുപോലെ പല പ്രവചനങ്ങൾ ബാക്കി ശേഷിക്കുന്നുണ്ട്, അത് നിറവേറിയിട്ടില്ല. വരവിൽ യേശുവിന്റെ വരവ് മാത്രം ബാക്കിയുള്ളൂ. ऐसा कई सारे भविष्यवाणी हैं, लेकिन उनमें से सबसे मुख्य एक भविष्यवाणी जो बाकी है वो यीशु मसीह का आगमन है। രണ്ട് ഉത്തരം, യേശു പറഞ്ഞ 3 ഉത്തരങ്ങളിൽ 2 നിറവേറിയെങ്കിൽ മൂന്നാമത്തേത് നിശ്ചയമായി നിറവേറും. अगर यीशु मसीह ने जो 3 उत्तर दिए उनमें से 2 अगर पूरे हो चुके हैं तो तीसरा उत्तर जो भी बाकी है वो पूरा होगा। അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. यही इसी उत्तर के लिए, इसी भविष्यवाणी के लिए हम अपने आप को तैयार कर रहे हैं। അതിനുവേണ്ടി അതിനു മുൻപായി നാം സകലരോടും സുവിശേഷം അറിയിക്കാൻ നാം കടപ്പെട്ടവരാണ്. ये भविष्यवाणी पूरे होने से पहले हमारी जिम्मेदारी है कि हम सभी को सुसमाचार सुनाएं। എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദേവദാസന്മാരെ, ഞാനൊരു ദേവദാസന്മാരെ സുവിശേഷം പറയും. സഹോദരി സഹോദരന്മാരോട് ചോദ്യം ചോദിക്കുക. जो आज आज मेरी आवाज सुनने वाले सभी भाई बहनों से और प्रभु के दासों से मैं कहना चाहूंगा, भाई बहनों से कहना चाहूंगा, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേരോട് നിങ്ങൾ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്? अपने जीवन में आपने कितने लोगों को सुसमाचार सुनाया? ഒരു ലഘുലേഖയെങ്കിലും കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അത് വലിയ കാര്യമാണ്. अगर किसी को अब एक हम सुसमाचार बांट रहे हैं, यही हमारे लिए बहुत बड़ी बात है। ഒരു പുതിയ നിയമം, ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് കൊടുത്താൽ ഒരു വലിയ കാര്യമാണ്. अगर एक नया नियम की किताब को अगर हम बांटते हैं तो ये भी बहुत है। നമ്മൾ ആരായാലും രക്ഷിക്കപ്പെട്ട ഒരു മറ്റൊരുത്തരുടെ രക്ഷയിലേക്ക് കൊണ്ടുവരാനായിട്ട് അധ്വാനിക്കണം. हम जो परमेश्वर के लिए उद्धार में बुलाए गए लोग हैं, हमारी जिम्मेदारी है कि हम औरों को उसमें बुलाएं। യേശു തന്റെ ശുശ്രൂഷ കാലത്ത് രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ സൗഖ്യം പ്രാപിച്ച എല്ലാവരോടും പറഞ്ഞു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു നിന്റെ വീട്ടിൽ പോയി പറയണം. ऐसा जब हम देखते हैं किताबों में लिखा है, यीशु मसीह जिन जिनको चमत्कार के द्वारा चंगा किया उन सबको यीशु मसीह कहता है जाकर इस बात का प्रचार करो। അവരെന്താ ചെയ്തത്? वे क्या करें? അവര് വീട്ടിൽ മാത്രമല്ല, वे ना केवल अपने घर में ही പട്ടണത്തിൽ മുഴുവൻ പോയി പ്രസംഗിച്ചു എന്ന് വായിക്കുന്നു. पूरे शहर में जाकर इस बात का प्रचार किए हैं, ऐसा लिखा हुआ है बाइबल में। എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, मेरे को सुनने वाले सभी भाई बहनों, നമുക്ക് വേണ്ടി കർത്താവ് ഒത്തിരി കാര്യം ചെയ്തിട്ടുണ്ട്. हमारे लिए यीशु मसीह ने कई सारी चीजों को किया। നമ്മളുടെ പാപങ്ങൾ നമ്മളെ വിടുവിച്ചിട്ടുണ്ട്. हमारे पापों में से हमें छुड़ा लिया। നമ്മളെ ദൈവമക്കളാക്കി തീർത്ത് നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. हमको परमेश्वर के पुत्र बनाकर हमारे नाम को जीवन के पुत्र में लिख दिया। നമ്മുടെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം അരുളിയിട്ടുണ്ട്. हमारे प्रार्थनाओं को यीशु मसीह ने उत्तर दिया। നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ഒത്തിരി നൽകിയിട്ടുണ്ട്. हमको यीशु मसीह ने कई बार अनुग्रह आशीषों से भरा। ഈ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് നാം പറയണം. इस यीशु मसीह के बारे में हमें दूसरों को बताना है। അതാണ് യേശു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. यही बात यीशु मसीह हमसे आशा करते हैं। അവർ ഈ മറ്റുള്ളവരും കൂടെ കർത്താവിന്റെ ഭാഗത്തേക്ക് വരണം. ये जो बाकी लोग हैं जो अभी तक सुने नहीं हैं, वे भी यीशु मसीह के बारे में सुनना है। ഞാൻ എന്റെ 19ാമത്തെ വയസ്സിൽ മലബാറിലാണ് ആദ്യം സുവിശേഷ വേലയ്ക്ക് പോയത്. मैं अपने 19वें उम्र में जब मैं 19 साल का था, मैं मलाबार में परमेश्वर के वचन के बारे में प्रचार कर रहा था। അവിടെ അധികവും മുസ്ലിങ്ങളും ഹിന്ദുക്കളും മാത്രമാണ് അധികമുള്ളത് മലബാറിൽ. वहाँ मलाबार जो क्षेत्र है, वहाँ पे मसीहों से ज्यादा अन्य जाति हिंदू मुस्लिम लोग वहाँ खड़े थे। 6 വർഷക്കാലം ഞാൻ അവരുടെ സുവിശേഷം എല്ലാ വീടുകളിലും കയറി സുവിശേഷം പറഞ്ഞു. मैं वहाँ पे 6 साल उनके मध्य में सेवा किया। हर घर में जाकर सुसमाचार मैंने बांटा। ഞാൻ അന്ന് ഇന്ത്യ എവരിഹോം ക്രൂസേഡ് എന്നൊരു സംഘടനയിലൂടെ പ്രവർത്തിക്കുന്ന കാലമാണ്. ये उस समय की बात है। इंडिया एवरी होम क्रूसेड नामक एक संस्था के साथ में मिलकर सेवा कर रहा था। അവർ ഒരു വീടും വിടാൻ സമ്മതി, എല്ലാ വീട്ടിലും സിസ്റ്റമാറ്റിക് ആയിട്ട് കയറി സുവിശേഷം പറഞ്ഞിരിക്കണം. वहाँ पे वो संस्था ने हमें ऐसा निर्देश दिया था, हर घर में जाकर सुसमाचार को प्रचार करना है। അത് ഹിന്ദു ആയാലും മുസൽമാൻ ആയാലും യഹോവ സാക്ഷി ആയാലും ആരായാലും അവരുടെ വീടുകളിൽ കയറി സുവിശേഷം പറഞ്ഞിരിക്കണം. वो चाहे किसी भी धर्म किसी भी जाति का हो, उस घर में हर घर में जाकर इस बात का प्रचार करना है। 2 ലഘുലേഖ അവിടെ കൊടുത്തിരിക്കണം. 2 नए नियम की किताब भी वहाँ देना है। അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ തുടർന്ന് വായിച്ചിട്ട് തുടർന്ന് നമ്മളെ കോൺടാക്ട് അഡ്രസ് അതിനകത്തുണ്ട്. तो अगर वो चाहते हैं कि हमें वापस सुने तो उस किताब में हमारा एड्रेस भी लिखा हुआ है।
ആദ്യകാലത്തൊക്കെ എനിക്ക് വലിയ ഭയമായിരുന്നു. शुरुआती दिनों में मुझे बड़ा डर लगता था। വലിയ വീടൊക്കെ കാണുമ്പോൾ പട്ടിയുണ്ടോ പട്ടിയുണ്ടോ എന്നുള്ള പേടി എന്റെ മനസ്സിലുണ്ടായിരുന്നു. जब बड़े बड़े घरों को देखता था तो मुझे डर रहता था कि क्या यहाँ पे कुत्ते रहते हैं कि नहीं, അവരെന്നെ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. क्या वे जो व्यक्ति जिसका घर है क्या ये मेरा स्वागत करेगा कि नहीं, അവർ ഓടിക്കുമോ അടിക്കുമോ എന്നൊന്നും അറിയില്ല. क्या मुझे शुरुआती दिनों में पता नहीं था कि क्या वे मेरा स्वागत करेंगे, भगाएंगे तो नहीं। കർത്താവിന്റെ കൃപയാൽ മലബാർ 6 लेकिन വർഷക്കാലം അങ്ങനെ ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരം തന്നു. परमेश्वर की कृपा है कि जो परमेश्वर ने 6 साल मुझे मलाबार क्षेत्र में परमेश्वर की सेवा करने के लिए सहायता किया। ആരംഭത്തിലൊക്കെ അവർ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. शुरुआती दिनों में जो जो सवाल उन्होंने मुझसे पूछे थे वे सब बताने का मेरे में काबिलियत नहीं था। ഒരിക്കൽ ആദ്യം വീട്ടിൽ വന്നിരുന്ന ചോദ്യം മറ്റുള്ളവരോട് ചെയ്യുന്നു. ഞങ്ങൾ 6 പേര് ഒരു ടീമിലുണ്ട്, രണ്ട് പേരാ പോകുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ പഠിക്കാൻ തുടങ്ങി. लेकिन हाँ, यहाँ पे हमारे साथ 7 लोग की टीम थी, जो 2 लोग बाहर जाते थे, जब वो वापस आते थे हम एक दूसरे से चर्चा करते थे। ഞാൻ പറഞ്ഞത് സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്തു. सुसमाचार बांटने के जो सौभाग्य है परमेश्वर ने हमें दिया। എത്രയായിരം വീടുകളിൽ കാര്യമെന്ന് എനിക്ക് കണക്കൊന്നുമില്ല. അവിടെ കണക്ക് കാണും, എനിക്ക് കണക്കൊന്നുമില്ല. मुझे पता नहीं है, लेकिन वहां आगे रिकॉर्ड में रखा हुआ है, लेकिन मुझे पता नहीं है मैं कितने घरों में जाकर सुसमाचार में बांटा हूँ। ദാനിയേലിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. 12-ാം അധ്യായം 3-ാം വാക്യത്തില് दानिയേൽ उसके 12वें अध्याय उसके 3रे अध्याय आयत में इस प्रकार लिखा हुआ है, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും कि പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കും. सिखाने वालों की चमक आकाश मंडल की सी होगी, और जो बहुतों को धर्मी बनाते हैं वे सर्वदा तारों के समान प्रकाशमान रहेंगे। ആകയാൽ നമ്മൾ എല്ലാവരും കടപ്പെട്ടവരാണ് സുവിശേഷം അറിയിക്കുവാൻ. हम सबको सिखाने वाले लोग हैं, हम सुसमाचार को बांटने वाले लोग हैं। ഈ സത്യം യേശു ദൈവ രക്ഷകനാണെന്ന് ഇന്നും അറിയാത്ത അനേക മഹാപുരോഹിതൻ ഉൾപ്പെടെ അനേർക്ക് അറിയില്ല. इस बात का जो यीशु मसीह प्रभु है, ये सुसमाचार के बारे में कई सारे महायाजक, कई सारे बड़े बड़े लोग, कई लोग अज्ञात हैं, पता नहीं है। സാധുക്കളെ നമുക്കത് വെളിപ്പെടുത്തി തന്നു. ये परमेश्वर ने हमें ये इस बात का प्रकट किया, परमेश्वर ने हम पर। ഇനി നാം ആണ് അത് പ്രചരിപ്പിക്കേണ്ടത്. अभी ये हमारी जिम्मेदारी है कि हम औरों पे प्रकट करें। സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. जब हम स्वर्ग में जाएंगे तो परमेश्वर एक सवाल हमसे पूछेगा, ഞാൻ നിനക്കായി ഇത്രയെല്ലാം ചെയ്തല്ലോ, क्या मैं ये सब चीजें तुम्हारे लिए किया, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, तुम मेरे लिए क्या किए, ऐसा सवाल परमेश्वर हमसे पूछेगा। അപ്പൊ അതിന് ഉത്തരം നമ്മൾ കൊടുക്കണം. तो उस सवाल का हमें उत्तर देना है। അപ്പൊ മഹാപുരോഹിതനോട് യേശു പറഞ്ഞ മഹായാജകൻ ഒരു ചോദ്യം, 3 ഉത്തരം, 2 നിറവേറി. ഇനി 1 നിറവേറാനുള്ളത് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവാ. यीशु मसीह से महायाजक ने एक सवाल पूछा, यीशु मसीह ने उस सवाल के 3 उत्तर दिए। उन 3 में से 2 पूरे हो चुके हैं, एक पूरा होना भी बाकी है। ആകയാൽ കർത്താവിന്റെ വരവിലേക്ക് നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. तो ये जरूरी है प्रियो कि हम परमेश्वर के आगमन के लिए खुद को तैयार करें। ലോക സംഭവങ്ങളെല്ലാം അതിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുക. इस संसार में अलग अलग घटनाएं घटित हो रही हैं, जिस चीज का आदेश देती है। ലോകത്തിൽ എവിടെയും ഒരു സ്വസ്ഥതയില്ല. कहीं भी शांति नहीं है। നേതാക്കന്മാരെല്ലാം പരസാനിയില്ല. कई सभी नेताएं आपस में एक दूसरे में अशांत हैं। യുദ്ധം നടന്നുകൊണ്ടിരിക്കുക എല്ലായിടത്തും. सभी हर जगह में युद्ध चल रहा है, मारपीट झगड़ा चल रहा है। പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. आपस में मतभेद है। പ്രകൃതിയില് വെള്ളപ്പൊക്കം ഒരിടത്ത്, അഗ്നി ഒരിടത്ത്, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. हम देखते हैं अलग अलग जगह में जहाँ बारिश हो रही है वहां पे बाढ़ आ रही है, भूकंप हो रहे हैं, अलग अलग चीजें यहाँ पे हो रही संसार में। ഇതെല്ലാം അവസാനത്തെ ആ ഉത്തരത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുക. ये सभी चीजें घटनाएं जो घटित हो रही हैं, ये सब हमें अंत के दिनों की तरफ प्रवेश कर रही हैं। ആകയാൽ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുക. तो ये प्रयोग जरूरी है कि हम तैयार रहें, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. वो परमेश्वर के लिए धन्यवादी बने। ഞാൻ ഒരു സഭയിൽ ഒരിക്കൽ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ നിർത്താൻ പോയ സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരു സഭയിൽ ഒരു ചോദ്യം ചോദിച്ചു. मैं जल्दी अपने शब्द को विराम दूंगा। एक बार मैं एक सभा में गया, वहां पे मैंने एक सवाल पूछा.
ഞാൻ ഈ ആഴ്ചയിൽ കർത്താവ് വന്നാൽ मैंने पूछा कि अगर इस हफ्ते यीशु मसीह आया तो അടുത്ത ആഴ്ച എത്ര പേർ ആരാധനയ്ക്ക് വരും? कितने लोग अगले इतवार को आएंगे आराधना में? ഈ ഞായറാഴ്ച യേശു ഈ ആഴ്ചയിൽ യേശു वन्നാൽ अगर इस हफ्ते अभी इसी हफ्ते अगर यीशु मसीह आएगा तो അടുത്ത ആഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് എത്ര പേര് കാണും? अगले सभा में कौन कौन आएगा? നിങ്ങൾ ചിന്തിച്ചോണം. आप सबको सोचने എപ്പോഴും वाली बात। ഒരുക്കമുള്ളവരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. हर समय तैयार रहने के लिए परमेश्वर हमें सहायता करे। അവസരം തന്ന തോമസൺ പാസ്റ്റർക്കും ഇതിന്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ട്രാൻസ്ലേറ്റ് ചെയ്ത ബ്രദറിനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവം ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥനയിൽ ഓർക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. अवसर दिए हुए थॉमसन पास्टर जी का, आज के अध्यक्ष जो पास्टर जी का और अनुवाद किए हुए भाई का, सभी को मैं परमेश्वर के नाम से धन्यवाद करता हूँ। इन्हीं शब्दों के साथ मैं अपने वचन का, अपने आज के इस शब्दों का मैं विराम करता हूँ। प्रभु आपको आशीष। ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. परमेश्वर आप सबको आशीष ആമേൻ. करे।